ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹ്നാസ് ഈസി ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു ടേസ്റ്റി ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6-8 സ്ലൈസ് ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയുടെ പകുതി ഭാഗമാണ്. നമുക്ക് തക്കാളി വളരെ കുറച്ച് മതി. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടി കൂടിയാണ്. ഇത് വറുത്ത പൊടിയാണ്. വറുത്തതായാലും വറുക്കാത്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ തന്നെ കടലമാവ് കൂടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികം ആവാണ്ട് നോക്കണം. കുറച്ചേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അഥവാ എങ്ങാനും വെള്ളം കൂടിപ്പോയാൽ നിങ്ങളിതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചത് കൂടി ചേർത്താൽ മതി. കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയേക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാടമുട്ടയാണ് എടുത്തേക്കണത്. കോഴിമുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല, പുഴുങ്ങിയെടുത്താണ്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ കാടമുട്ട ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കുന്നേ ഉള്ളൂ. ഇനി എല്ലാ വശത്തുനിന്നും ഒന്ന് നമ്മുടെ മുട്ടയുടെ മുകളിൽ ആക്കി കൊടുക്കുക. ഇനി ഇത് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടിയും ചെയ്തെടുക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാനിന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിമൊക്കെ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. തീ നന്നായി ചൂടാവാണ്ട് നമ്മളിതിലേക്ക് ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ നമ്മുടെ ഈ ബോൾസ് വിള്ളൽ വീഴാനും അതുപോലെ തന്നെ എണ്ണ നന്നായി കുടിക്കാനും ചാൻസ് ഉണ്ട്. ഏതൊരു സ്നാക്ക് പൊരിച്ചെടുക്കുമ്പോഴും അത് കുറച്ച് എണ്ണ കുടിക്കും. അപ്പോൾ ലാസ്റ്റ് കോരുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കൂട്ടിയിട്ടാൽ ആ എണ്ണ ഇതിലേക്ക് തിരിച്ച് വരും. ഇതിപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ അധികം വേവാനായിട്ടൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കുറച്ച് നേരം കൂടി ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് നേരം കൂടി ആ കളറിന് വേണ്ടിയിട്ടൊന്ന് ഇടുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് ഫ്ലെയിം നന്നായി കൂട്ടിയിട്ടിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.